ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റഡി വിത്ത് മീ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് ഹയർ പർച്ചേസ്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് നമുക്ക് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്താണെന്ന് നോക്കാം. According to Section 4 of the Sale of Goods Act 1930, a contract of sale of goods is a contract whereby the seller transfers or agrees to transfer the property in goods to the buyer for a price. സോ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 പ്രകാരമാണ്. സോ സെക്ഷൻ 4-ൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺട്രാക്റ്റ് ഓഫ് സെയിൽ പ്രകാരം സെല്ലർ ഒരു പെർട്ടിക്കുലർ ഗുഡ്സ് ബയ്യർക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് എഗ്രി ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ഫോർ എ പ്രൈസ്. ഓക്കെ, കൺസിഡറേഷനായിട്ട് പ്രൈസ് കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെയിൽ നമ്മൾ എന്താണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണാറുള്ളതാണ് അല്ലേ, സെയിൽ ആൻഡ് പർച്ചേസ്. സോ അതിനെയാണ് നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് സെയിലിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഡെഫിനേഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് പ്ലസ് എഗ്രിമെൻറ്റ് ടു സെൽ. അതായത് സെയിലും ഉണ്ടാവും എഗ്രിമെൻറ്റ് ടു സെല്ലും ഉണ്ടാവും. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെയാണ് സെയിൽ പ്രോപ്പർ. Where under the contract of sale the property in the goods transferred from seller to the buyer, it is called as sale. അതായത് സെയിൽ നടക്കുമ്പോൾ ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ബയ്യർക്ക് ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, സെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത്, അഥവാ സെയിൽ പ്രോപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എഗ്രിമെൻറ്റ് ടു സെൽ. വേർ ദ ട്രാൻസ്ഫർ ഓഫ് ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഈസ് ടു ടേക്ക് പ്ലേസ് അറ്റ് എ ഫ്യൂച്ചർ ടൈം ഓർ സബ്ജക്ട് ടു സം കണ്ടീഷൻ thereafter to be fulfilled. It's called as agreement to sell. അതായത് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷമോ അതല്ല എങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് സെയിൽ ചെയ്യാമെന്നൊരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഫ്യൂച്ചർ ഡേറ്റിൽ ഡെലിവറി നടക്കുകയും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുകയുമാണ് എഗ്രിമെൻറ്റ് ടു സെല്ലിൽ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് എന്താണ് ഹയർ പർച്ചേസ് എന്ന് നോക്കാം. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് മീൻസ് ആൻ എഗ്രിമെൻറ്റ് അണ്ടർ വിച്ച് ദ ഗുഡ്സ് ആർ ലെറ്റ് ഓൺ ഹയർ ആൻഡ് അണ്ടർ വിച്ച് ദ ഹയറർ ഹാസ് ആൻ ഓപ്ഷൻ ടു പർച്ചേസ് ദം in accordance with the terms of the agreement, and it includes the following. ഹയർ പർച്ചേസ് എന്ന് പറയുന്ന എഗ്രിമെൻറ്റ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്, ഒരു വ്യക്തിക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് ഹയർ ബേസിസിൽ പ്രൊവൈഡ് ചെയ്യുന്നു, അതായത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്നു. ദെൻ അത് കൊടുത്തതിന് ശേഷം എന്നാണോ ആ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു തീരുന്നത് അന്ന് മാത്രം അതിൻ്റെ ഓണർഷിപ്പ് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നു. പക്ഷേ അതുവരെ അവർക്ക് ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പക്ഷേ ഓണർഷിപ്പ് ഫുള്ളി ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും. സോ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, എന്താണെന്ന് നോക്കാം. അതിലെ ഫസ്റ്റ് കണ്ടീഷനാണ്, പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ഈസ് ഡെലിവേർഡ് ബൈ ദ ഓണർ ദെയറോഫ് ടു എ പേഴ്സൺ on a condition that such person pays the agreed amount in the periodical installments. അതായത് ഗുഡ്സ് കൈവശം വയ്ക്കാനുള്ള അവകാശം, പൊസഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്. അതായത് പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റിൽ നിങ്ങൾ ആ എമൗണ്ട് അടയ്ക്കണം എന്നൊരു കണ്ടീഷൻ വെച്ചിട്ടാണ് ആ ഗുഡ്സിൻ്റെ കൈവശാവകാശം ഹയറർക്ക് കൊടുക്കുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് പറയുന്നത്, ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഈസ് ടു പാസ് ടു സച്ച് എ പേഴ്സൺ ഓൺ ദ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് സച്ച് ഇൻസ്റ്റാൾമെൻറ്റ്സ്. അതായത് ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എപ്പോഴാണ്, അതായത് ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഇൻസ്റ്റാൾമെൻറ്റ് ഫുൾ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം ആയിരിക്കും. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. സച്ച് പേഴ്സൺ ഹാസ് എ റൈറ്റ് ടു ടെർമിനേറ്റ് ദ എഗ്രിമെൻറ്റ് അറ്റ് എനി ടൈം ബിഫോർ ദ പ്രോപ്പർട്ടി സോ പാസസ്. അതായത് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിലൂടെ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന വ്യക്തിക്ക് അതെപ്പോൾ വേണമെങ്കിലും ആ എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ആ പേഴ്സണ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹയർ പർച്ചേസിൻ്റെ ഒരു ചെറിയൊരു ഓവർവ്യൂ. ഇനി നമുക്ക് അവ തമ്മിലുള്ള ഡിഫറൻസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത് മീനിങ് ആണ് ബേസിസ് ആയിട്ട് പറയുന്നത്. സോ സെയിൽ എന്താണെന്ന് നോക്കാം. സെയിൽ ഇംപ്ലൈസ് എ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദ ബയർ ആൻഡ് സെല്ലർ അണ്ടർ എ കോൺട്രാക്ട് വെറിൻ ബയർ അക്വയർ ദ ഗുഡ്സ് ഓർ സർവീസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ മണി. അതായത് സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ബയ്യർ ക്യാഷ് കൊടുത്ത് ഒരു പ്രൊഡക്റ്റിനെ വാങ്ങുന്നു. അപ്പോൾ ആ സെയിലിൽ ബയ്യറും സെല്ലറും തമ്മിലുള്ള ട്രാൻസാക്ഷനെയാണ് ഇൻവോൾവ് ചെയ്യിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹയർ പർച്ചേസിൻ്റെ മീനിങ് ആണ്. ഹയർ പർച്ചേസ് റെഫേഴ്സ് ടു എ ഫോം ഓഫ് പർച്ചേസ് ഇൻ വിച്ച് ദ ബയ്യർ അക്വയേഴ്സ് ദ അസെറ്റ് ബൈ മേക്കിംഗ് ഡൗൺ പേയ്മെൻറ്റ്. ഹവർ ദ എൻറ്റയർ പർച്ചേസ്
price of the asset can be paid over the stipulated time through the periodical installments. അതായത് ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം ഓഫ് പർച്ചേസ് ആണ്. ഇതിലൂടെ ബയ്യർക്ക് ഒരു അസറ്റ് വാങ്ങാൻ സാധിക്കുന്നു. ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് അയാൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ അസറ്റിൻ്റെ പ്രൈസ് പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റിൽ ആ വ്യക്തിക്ക് അടച്ചു തീർത്താൽ മതി. ഓക്കെ, ഇങ്ങനെയുള്ളൊരു എഗ്രിമെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഡിഫറൻസ് ഈസ് ദ ബേസിസ് ഫോർ മീനിങ്. ഓക്കെ, സെക്കൻഡ് ഡിഫറൻസ് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഗവേണിംഗ് ആക്ട്. ഓക്കെ, അപ്പോൾ സെയിൽ എന്ന് പറയുന്നത് ഏത് ആക്ട് മൂലമാണ് ഗവേൺ ചെയ്തിരിക്കുന്നത്? എല്ലാവർക്കും അറിയാം, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 പ്രകാരമാണ്. ഹയർ പർച്ചേസ് ഗവേൺ ചെയ്തിരിക്കുന്നത് ഹയർ പർച്ചേസ് ആക്ട് 1972 പ്രകാരമാണ്. ഓക്കെ, അതാണ് സെക്കൻഡ് ഡിഫറൻസിൽ വരുന്നത്. ദെൻ തേർഡ് ഡിഫറൻസ് പറയുന്നതാണ് ടൈമിംഗ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. എപ്പോഴാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? സെയിലിൻ്റെ കേസിൽ എപ്പോഴാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുക? ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ആണ് അല്ലേ? അതായത് ബയർ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ തന്നെ ബയർക്ക് അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നു. But in the case of hire purchase on the payment of the last installment പേയ്മെൻറ്റ് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഹയർ പർച്ചേസിൽ ബയ്യർക്ക് എന്ത് കിട്ടുന്നുള്ളൂ? ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പേയ്മെൻറ്റ്. സെയിൽസിൽ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് പേയ്മെൻറ്റിൻ്റെ? പ്രൈസ് ഓഫ് ദി ഗുഡ്സ്, അതായത് സെയിൽ എത്രയാണോ ആ ഗുഡ്സിൻ്റെ പ്രൈസ്, ആ പ്രൈസ് മാത്രം നമ്മൾ കൊടുത്താൽ മതി അല്ലേ? അതാണ് അതിൽ വരുന്നത്. അതല്ലാതെ അതിൽ എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹയർ പർച്ചേസിലാണെങ്കിൽ ഹയർ ചാർജസ് ഫോർ ദ യൂസ് ഓഫ് ദ അസറ്റ് അണ്ടിൽ ദ പർച്ചേസ് ഓപ്ഷൻ ഈസ് എക്സൈസ്ഡ് ബൈ ദ ഹയർ പർച്ചേസർ. ഇത് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നത് പോലെ തന്നെ കുറച്ച് ഹയർ ചാർജസും കൂടെ ഈ അസറ്റിൻ്റെ പേയ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കുമ്പോൾ കുറച്ച് ഹയർ ചാർജസും കൂടെ അതിൽ പേയ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് പേയ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ടെർമിനേഷൻ. സോ സെയിലിൻ്റെ കേസിൽ എന്താണെന്ന് നോക്കാം. The buyer cannot terminate the contract and he or she is obligated to pay the price. ബയ്യർക്ക് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അയാൾ ഒരു വസ്തു വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് മേടിച്ചതിൻ്റെ പ്രൈസ് കൊടുക്കാൻ ബയ്യർ ബാധ്യസ്ഥനാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹയർ പർച്ചേസിലാണെങ്കിൽ the hire purchaser can terminate the contract by returning the asset to the vendor and has no liability to pay the installment in full. ഇത് ഹയർ പർച്ചേസർക്ക് എന്ത് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്? കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ടെർമിനേറ്റ് ചെയ്യുമ്പോൾ അയാൾ എന്ത് ചെയ്യണം? അയാളുടെ കയ്യിലുള്ള അസറ്റ് തിരിച്ചു കൊടുക്കണം വെൻഡർക്ക്. അങ്ങനൊരു കടമ അതിലുണ്ട്. ഓക്കെ, അപ്പോൾ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുകയും അസറ്റ് വെൻഡർക്ക് തിരിച്ചു കൊടുക്കാനും ആര് ബാധ്യസ്ഥനാണ്? ബയ്യർ ബാധ്യസ്ഥനാണ്. പിന്നെ പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് നമ്മൾ അടയ്ക്കുന്നുണ്ടല്ലോ, ആ ഇൻസ്റ്റാൾമെൻറ്റ് ഫുൾ അടയ്ക്കണം എന്നുള്ള യാതൊരുവിധ നിർബന്ധവും ഇല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ഇൻസോൾവൻസി. അതായത് സെയിലിൻ്റെ കേസിൽ ഇഫ് ദ ബയ്യർ ബിക്കം ഇൻസോൾവെൻറ്റ് ദ സെല്ലർ ഹാസ് ടു ബെയർ ദ റിസ്ക് ഓഫ് ലോസ്. അതായത് ബയ്യർ ഇൻസോൾവെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ ലോസ് സെല്ലർ തന്നെ വഹിക്കേണ്ടതായിട്ട് വരും. കാരണം ബയ്യർ ഇല്ലല്ലോ വാങ്ങാനായിട്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹയർ പർച്ചേസിലാണെങ്കിൽ ഇഫ് ദ പർച്ചേസർ ബിക്കം ഇൻസോൾവെൻറ്റ് ദ സെല്ലർ ക്യാൻ റീപൊസസ് ദ അസറ്റ്. അതായത് ഹയർ വെൻഡർ അല്ലെ, ഹയർ പർച്ചേസർ ഇൻസോൾവെൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ സെല്ലർക്ക് എന്ത് ചെയ്യാം? അസറ്റ് റീപൊസസ് ചെയ്യാം. അതായത് അയാളുടെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കാം. കാരണം പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണല്ലോ, അസറ്റ് തിരിച്ചു മേടിക്കാനുള്ള റൈറ്റ് ഹയർ പർച്ചേസിൽ സെല്ലർക്ക് ഉണ്ട്. നെക്സ്റ്റ് ഡിഫറൻസ് വരുന്നത് പൊസിഷൻ ഓഫ് ദി ബയ്യർ. സെയിലിൻ്റെ കേസിൽ ദ ബയ്യർ പൊസിഷൻ ഈസ് ദാറ്റ് ഓഫ് ഓണർ. അതായത് സെയിലിൽ ബയ്യറാണ് ഓണർ എന്ന് പറയുന്നത് അല്ലേ? ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹയർ പർച്ചേസ് ദ ഹയർ പർച്ചേസേഴ്സ് പൊസിഷൻ ഈസ് ദാറ്റ് ഓഫ് ബെയിലി ടിൽ ഹി പേയ്സ് ദ ഫൈനൽ ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ. അതായത് ഹയർ പർച്ചേസറിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒരു ബെയിലിയുടെ സ്ഥാനം പോലെയാണ്. അതായത് ബെയിലിയുടെ ഡ്യൂട്ടി എന്താണ്? സെയിലറുടെ കയ്യിൽ നിന്ന് എന്താവശ്യത്തിനാണോ ഗുഡ്സ് മേടിച്ചത് അത് യൂസ് ചെയ്യാം അല്ലേ? എന്നിട്ട് ആവശ്യം കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഫൈനൽ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നത് വരെ ബെയിലിയുടെ പോലെ അത് യൂസ് ചെയ്യാം. ഫൈനൽ ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അയാൾ ആരായി മാറുന്നത്? ഓണറായിട്ട് മാറുന്നത്. ദെൻ നെക്സ്റ്റ് പോയിൻ്റാണ് പേയ്മെൻറ്റ്. സെയിലിൽ എങ്ങനെയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്? സെയിലിൽ ലംസം എമൗണ്ട് ആണ്, മൊത്തം എമൗണ്ട് ആയിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹയർ പർച്ചേസ് ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഓൺ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസ് അല്ലേ? നമ്മൾ പഠിച്ചതാണ്, ഇൻസ്റ്റാൾമെൻറ്റിലാണ് ഹയർ പർച്ചേസിൽ പേയ്മെൻറ്റ് നടത്തുന്നത്. ദെൻ നെക്സ്റ്റ് ബേസിസ് എന്ന് പറയുന്നത് നോൺ പേയ്മെൻറ്റ് ഓഫ് ദ എമൗണ്ട് ഡ്യൂ. സെയിലിൽ ദ സെല്ലർ ക്യാൻ ടേക്ക് ലീഗൽ ആക്ഷൻ എഗെയിൻസ്റ്റ് ദ ബയ്യർ. അതായത് സെയിലിൽ ബയ്യർക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കുക അല്ലേ? അതായത് ബയ്യർ പ്രോപ്പറായിട്ട് എമൗണ്ട് അടച്ചിട്ടില്ല എങ്കിൽ സെല്ലർക്ക് ലീഗൽ ആക്ഷൻ എടുക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹയർ പർച്ചേസ് ദ വെൻഡർ ക്യാൻ റീപൊസസ് ദ ഗുഡ്സ്. പേയ്മെൻറ്റ് ബയ്യർ അടച്ചിട്ടില്ല എങ്കിൽ വെൻഡർക്ക് എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്? ഗുഡ്സ് റീപൊസസ് ചെയ്യാൻ, തിരിച്ചു മേടിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ദെൻ ലാസ്റ്റ് പോയിൻ്റാണ് റീസെയിൽ.
അണ്ടർ ദ കേസ് ഓഫ് സെയിൽ ദ ബയർ ക്യാൻ റീസെൽ ദ ഗുഡ്സ്. ബയർക്ക് ഗുഡ്സ് എന്ത് ചെയ്യാം? റീസെൽ ചെയ്യാം. അതായത് ബയറിൻ്റെ കസ്റ്റഡിയിൽ ഒരു ഗുഡ്സ് വന്നു, അയാളത് മേടിച്ച പ്രൊഡക്റ്റാണ് അല്ലേ, അയാൾക്കത് വേറെ ആൾക്ക് വിൽക്കാം. കാരണം അയാളുടെ സ്വന്തം പ്രൊഡക്റ്റ് അയാൾ വേറെ ആൾക്ക് വിൽക്കുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹയർ പർച്ചേസ് ദ ഹയറർ ഡസ് നോട്ട് എൻജോയ് സച്ച് റൈറ്റ്സ് ടു റീസെൽ ദ ഗുഡ്സ് അൺലെസ് ഹി ഹാസ് പെയ്ഡ് ഓൾ ദി ഇൻസ്റ്റാൾമെൻറ്റ്സ്. അതായത് എന്താ പറയുന്നത്, ഹയർ പർച്ചേസിൽ ഹയർക്ക് ഒരിക്കലും ഗുഡ്സ് വിൽക്കാനായിട്ടുള്ള റൈറ്റ് ഇല്ല. എപ്പോൾ വരെ? അയാൾ അതിൻ്റെ ഓണർ ആകുന്നത് വരെ, എല്ലാ ഇൻസ്റ്റാൾമെൻറ്റും അടച്ച് ഓണർ ആകുന്നത് വരെ അത് വിൽക്കാനായിട്ടുള്ള റൈറ്റ് അദ്ദേഹത്തിന് ഇല്ല. സോ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.